ഞാൻ പറഞ്ഞു കഴിഞ്ഞ 15 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഞാൻ പറയുന്ന അല്ലെങ്കിൽ പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ FBയിൽ, അദ്ദേഹത്തിൻ്റെ എക്സിൽ, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിൽ, അദ്ദേഹത്തിൻ്റെ അതുപോലെ ട്വിറ്റർ ഉൾപ്പെടെയുള്ള അതുപോലെ വാട്സപ്പിലെ അദ്ദേഹം അഡ്മിനായിട്ടുള്ള അതിൽ പോലും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇത് തീർത്തും ദുരൂഹമാണ്. ഒരാളെക്കുറിച്ച് ഒരു പരാതി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയകൾ പൂർണ്ണമായും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 2 സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ സോഷ്യൽ മീഡിയയിൽ 1 അതോടൊപ്പം പോയി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ, ഞാൻ സഹപ്രവർത്തകന്റെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയും അതേ ദിവസം അതേ സമയത്ത് അപ്രത്യക്ഷമായി. ഇതേക്കുറിച്ച് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയെ ഞാൻ രേഖാമൂലം എഴുതി കൊടുത്തു. ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അങ്ങനെ അപ്രത്യക്ഷമായത് ദുരൂഹമാണ്, അതേക്കുറിച്ച് അന്വേഷണം നടത്തണം, അന്വേഷണം നടത്തി റിട്രീവ് ചെയ്യണം. റിട്രീവ് ചെയ്ത് ഞാനത് പറഞ്ഞു തീർത്തു. റിട്രീവ് ചെയ്ത് അത് അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ 15 വർഷക്കാലത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടും അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും, അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ്, ആ കാലത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ശ്രീ KM ഷാജിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു കത്ത് ഞാൻ കൊടുത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പം 3 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസിൽ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. പാലക്കാട് നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. പാലക്കാട് ഒറ്റ പഞ്ചായത്ത്, പാലക്കാട് ഡിവിഷനിൽ നിന്നും മലമ്പുഴയിലേക്ക് മാറിയാൽ പാലക്കാട് നമുക്ക് ജയിക്കാൻ കഴിയില്ല. കാസർഗോഡും അതുപോലെ തന്നെ കാസർഗോഡ് ലഭിച്ച തൃക്കരിപ്പൂർ ഉൾപ്പെടെ 2 പഞ്ചായത്ത് അതിൽ നിന്നും മാറി, അത് തൃക്കരിപ്പൂരിൽ നിന്നും മാറ്റി കാഞ്ഞങ്ങാടിലേക്ക് മാറിയാൽ, അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് മാറ്റി കാഞ്ഞങ്ങാടിലേക്ക് മാറ്റിയാൽ ആ നിയോജകമണ്ഡലം നമുക്ക് ജയിക്കാൻ കഴിയില്ല. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 30 നിയോജകമണ്ഡലമെങ്കിലും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുകയാണ്. അസംബ്ലിയിൽ കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിൽ, കോൺഗ്രസ് ഇത്തവണ ജയിച്ച സ്ഥലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ച സ്ഥലങ്ങളിൽ മുന്നോട്ട് പോകും. ഞാൻ നിൽക്കുന്ന കോഴിക്കോട് നോർത്തിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണത്തേക്കാൾ 18,000 വോട്ടുകളോളം വർദ്ധിച്ച BJPക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആ ഏരിയ നമുക്കറിയാം. ആ ഏരിയ ചേർത്തുകൊണ്ട് ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസി ഉണ്ടാക്കിയാൽ ആ നോർത്ത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. കോഴിക്കോട് സൗത്ത് ഒരു ഏരിയ, അത് BJPക്ക് അനുകൂലമായ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ നമ്മൾ അനുകൂലമാക്കി ഒരു 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 നിയോജകമണ്ഡലം ഉണ്ടാക്കിയാൽ അവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അത് സാധാരണക്കാരായ UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു 30 കൊല്ലക്കാലത്തേക്ക് കേരളത്തിൽ നിന്നും കോൺഗ്രസ് ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടാകും. ഇതേ അവസ്ഥ ഇത് ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. അതുകൊണ്ട് ഞാനത് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറഞ്ഞത് വരാനിരിക്കുന്ന നാളുകളിൽ UDFന് ഉണ്ടാകുന്ന ഏറ്റവും പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ആ ചൂണ്ടിക്കാണിച്ചത് ഗവൺമെന്റ് പരിശോധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശോധിച്ച് ഗവൺമെന്റ് ഇല്ല എന്ന് വെച്ചു. അതിന്റെ തീരുമാനം എനിക്ക് ബാധകമല്ല, എന്നോടാരും അത് പറഞ്ഞില്ല. ഞാൻ പത്രമാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ തീരുമാനം വന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. ആ വില വരും കാലങ്ങളിൽ അത് UDF ഏറ്റുവാങ്ങേണ്ടി വരും. സാധാരണ പ്രവർത്തകർ, കോൺഗ്രസിനെയും UDFനെയും നെഞ്ഞോട് ചേർക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് ആ വില ഏറ്റുവാങ്ങേണ്ടി വന്നാൽ വലിയ പ്രയാസങ്ങൾ UDFന് ഉണ്ടാകും. വരുന്ന 30 വർഷക്കാലം UDFന് ആ ഒരു പ്രയാസത്തിൽ നിന്ന് എതിരിടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, അദ്ദേഹം കഴിഞ്ഞ എല്ലാ തവണയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനതിൽ 100% എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, തെറ്റ് കണ്ടാൽ, തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിച്ച് തിരുത്തുമെന്ന്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ ഈ പൂർണ്ണ ബോധ്യത്തോട് വിശ്വസിക്കുന്നത്, ഈ കാര്യത്തിൽ പാർട്ടി എടുത്ത തീരുമാനം ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഞാൻ പാർട്ടി വേദിയിൽ കൃത്യമായി, എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഞാൻ പാർട്ടി വേദിയിൽ അത് പൂർണ്ണമായും അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അധ്യായമാണ് ഇവിടെ സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഏതായാലും ഇനി ഒരിക്കലും ഇത് തിരുത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. കാരണം ഇത് ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ ഇത് തിരുത്താൻ കഴിയില്ല. അപ്പം തിരുത്താൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അത് വേണ്ടത്ര രീതിയിൽ അവധാനതയോടുകൂടി ശ്രദ്ധിച്ചിരുന്നു എന്ന് പരിശോധിക്കേണ്ടത് പാർട്ടിയാണ്. അത് പാർട്ടിയുടെ ഫോറത്തിൽ, ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി ഫോറത്തിൽ ഞാൻ ചെയ്യും.
പാർട്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലം കഷ്ടപ്പെട്ട് എടുത്ത പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകർ എടുത്ത പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായ ഗവൺമെന്റാണ്. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം എല്ലാ പ്രവർത്തകർക്കും എന്ന പോലെ എനിക്കും ബാധകമാണ്. അതുകൊണ്ട് ആ ഗവൺമെന്റിന്റെ തീരുമാനം ഞാൻ ഉൾക്കൊള്ളുന്നു. ആ തീരുമാനത്തിന്റെ വരായികളെക്കുറിച്ച് വരും കാലങ്ങളിൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടാം. ഇന്ന് ഞാൻ പറയുന്നത് പലർക്കും ബോധ്യപ്പെടില്ല എങ്കിൽ വരും കാലങ്ങളിൽ അത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വിഷമങ്ങളിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എനിക്ക് ഏതായാലും അതിന് മനസാക്ഷി കുത്തില്ല. ഞാനത് ബന്ധപ്പെട്ട വേദികളിൽ ബന്ധപ്പെട്ട നേതാക്കന്മാർക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ഒരു തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഈ തീരുമാനങ്ങൾ പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നതല്ല, ഗവൺമെന്റ് തീരുമാനം. ആ ഗവൺമെന്റ് തീരുമാനം ഞങ്ങളുടെ പാർട്ടിയുടെ ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ആ തീരുമാനം എനിക്കും ബാധകമാണ്. ആ തീരുമാനത്തിന്റെ ഗുണദോഷങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ തീരുമാനം അത് എത്രമാത്രം പാർട്ടിക്ക് പ്രയാസമുണ്ടാകുമെന്ന് വരും കാലങ്ങളിൽ നമുക്ക് കാണാം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.